നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാവുന്നില്ല. പ്രവേശന കവാടത്തിന് തൊട്ടടുത്തുള്ള പ്രധാന മേൽപ്പാലം ഇനിയും തുറന്നു നൽകാത്തതാണ് പ്രധാന പ്രശ്നം. 2 കോടി രൂപ മുടക്കി നവീകരണം പൂർത്തീകരിച്ച റെയിൽവേ സ്റ്റേഷൻ ആഴ്ചകൾക്ക് മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കുകൾ മറികടന്ന് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്താൻ യാത്രക്കാർ നേരിടുന്ന ദുരിതം ന്യൂസ് മലയാളം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 മാസം മുൻപാണ് സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അന്ന് അറ്റകുറ്റപ്പണികൾക്കായി മേൽപ്പാലവും അടച്ചെങ്കിലും നവീകരിച്ച സ്റ്റേഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പാലം തുറന്നില്ല. പ്രധാന പാലം അടച്ചതോടെ സ്റ്റേഷന്റെ മറുഭാഗത്തുള്ള 2ാമത്തെ മേൽപ്പാലത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. എന്നാൽ ഇതിനായി പ്രധാന കവാടത്തിൽ നിന്ന് 300 മീറ്ററോളം ദൂരം നടക്കേണ്ടി വരും. അവിടേക്ക് നടന്നെത്തിയാലും ഗുഡ്സ് ട്രെയിനുകൾ എത്തുന്ന 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പാലം ചെന്നിറങ്ങുന്നത്. അവിടെ നിന്ന് 2ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വീണ്ടും റെയിൽപാത മുറിച്ചു കടന്ന് താൽക്കാലികമായി നിർമ്മിച്ച കോണി കയറണം. സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നും പോകേണ്ട ഒരു യാത്രക്കാരൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി ട്രാക്ക് മുറിച്ച് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കാല് പൊക്കി വെച്ച് കയറി ട്രെയിൻ കയറേണ്ട ദുരവസ്ഥയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് കാലമായിട്ട് നിലനിൽക്കുന്നത്. അപ്പുറത്ത് വേറെ ഫുഡ് ഓവർ ബ്രിഡ്ജ് നിലവിലുണ്ട്. ആ ഫുഡ് ഓവർ ബ്രിഡ്ജിൽ നിന്നും ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാവുന്ന ഒരു എൻട്രി ഉണ്ടാക്കിയതിന് ശേഷം വേണ്ടേ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഓവർ ബ്രിഡ്ജ് ക്ലോസ് ചെയ്യാൻ. 2 പ്ലാറ്റ്ഫോമിനും ഇടയിൽ ഏതെങ്കിലും തീവണ്ടി വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ആ തീവണ്ടിയുടെ അടിയിൽ കൂടി നുഴഞ്ഞോ മുകളിൽ കൂടി കയറി ഇറങ്ങിയിട്ടോ വേണം സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ. മുന്നറിയിപ്പുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാതെ അധികൃതർ പ്രധാന മേൽപ്പാലം അടച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അപകടം മുന്നിലുണ്ടെങ്കിലും പാളം മുറിച്ചു കടന്നാണ് ഏറെ പേരും പ്ലാറ്റ്ഫോമുകളിലെത്തുന്നത്. പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികളുമായി വരുന്നവർ, ലഗേജുള്ള യാത്രക്കാർ എന്നിവരാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കുമെന്നിരിക്കെ സുരക്ഷിതമായ ബദൽ മാർഗങ്ങൾ ഒരുക്കാൻ റെയിൽവേ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. ന്യൂസ് മലയാളം, തൃശൂർ.